വൈകുന്നേരം ചായയുടെ കൂടി അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും തികയും. അതായത് ഓരോ പീസ് കൊണ്ട് തന്നെ വയറ് ഫുള്ളാവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് പ്രൂഫായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ 10 മിനിറ്റ് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറക്റ്റ് അളവിൽ എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മാവ് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിരിക്കും. അതായത് കയ്യിൽ ഒട്ടുന്ന ഒരു പാകത്തിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെ കിട്ടും. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു മാവ് 5 മിനിറ്റോളം ഞാൻ ഇത് കുഴക്കാൻ തുടങ്ങിയിട്ട് ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വിരലിനെ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൽ കുഴി വരുന്നില്ലെങ്കിൽ പ്രസ് ചെയ്തിട്ട് അത് തിരിച്ച് കുഴി വരാതെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രിങ് ആക്ഷൻ ഇല്ലേ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റ് പാകത്തിനായി എന്നർത്ഥം. അപ്പോൾ ഞാനിങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഈ പ്രസ് ചെയ്തിട്ടുണ്ടാകുന്ന ഈ ഒരു കുഴി, അപ്പോൾ കുഴിയായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാനുണ്ടെന്നാണ് ഇതൊരു ഷെഫ് പറയുന്ന കേട്ടതാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യലേ, പക്ഷെ കറക്റ്റായിട്ട് വരാറുമുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നമുക്കൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കായി കിട്ടുകയും ചെയ്യും, വെള്ളം ഒട്ടും ഉണ്ടാവില്ല. ആ ഒരു പാകത്തിന് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പ്രഷർ കുക്കറിലിട്ടിട്ട് 1-2 വിസിൽ വരുമ്പം ഓപ്പൺ ആക്കിയിട്ട് അതിലെ വെള്ളം കളഞ്ഞിട്ട് എടുത്താലും മതി. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ഡ്രൈ ആകുന്നവരെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ മീറ്റ് മസാല എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതെല്ലാം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വലിയ പീസൊക്കെ ഉള്ളതാണെങ്കിൽ, വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ ഉടച്ചെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ.
ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ചെക്ക് ചെയ്താൽ കുറച്ച് കുറവായിരുന്നു, എന്നിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാപ്സിക്കം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നോക്കി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരും. ഇതൊന്നും കൂടി നമുക്കിതിൻ്റെ എയറൊക്കെ കളയാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. കയ്യിൽ ഒട്ടുന്നുണ്ട്, കുറച്ച് ഓയിൽ തടവിയാൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ ഒരു ഫില്ലിങ്, അത് കുഴപ്പമൊന്നുമില്ല. ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. മസാല, അതായത് നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ വെള്ളമൊന്നും തൊടേണ്ട ആവശ്യമില്ല. ഒട്ടിക്കാൻ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒട്ടിക്കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് ശക്തി കൂട്ടിയിട്ട് അങ്ങ് പരത്തിയെടുത്താൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെ പുറത്ത് വരും. അപ്പോൾ ഒന്നും ശക്തിയൊന്നും കൂട്ടാതെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ചുട്ടെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് തിന്നാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടി തന്നെയാണ് ഇതൊരു ടേസ്റ്റ്. ഞാനിവിടെ ഉള്ളിയൊക്കെ വഴറ്റി ആ ഒരു പാനിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എണ്ണമയൊക്കെ ഉണ്ട് ആവശ്യത്തിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പാനിൽ തടവിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അതായത് ആ ഗാർലിക് ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പാഴ്സലി ലീവ്സോ അല്ലെങ്കിൽ മല്ലിയിലോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിത് തിരിച്ചിടുമ്പോൾ ആ മല്ലിയിലും വെളുത്തുള്ളിയൊക്കെ ഇളകി വരില്ല, അതിലൊട്ടി നിന്നോളും. ഇനി ഇത് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് ഓയിലോ ബട്ടറോ നമുക്കിതിന് മുകളിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാരണം ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് തിരിച്ചിടുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് കുക്കായി കിട്ടും. ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ഗാർലിക് ബ്രെഡിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ബട്ടറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. കെച്ചപ്പിൻ്റെ കൂടെയോ ഗ്രീൻ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. നമുക്കിത് ഒരു പീസ് കൊണ്ട് തന്നെ വയറ് ഫുള്ളായി കിട്ടും. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ.
ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനൊക്കെ നല്ലതാണ്. കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിത് രാത്രി തന്നെ മാവും അതുപോലെ തന്നെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് പരത്തിയിട്ട് ആ പാനിലിട്ട് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക്